ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DTM ബി ഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോജി ജോർജ്. തേനെടുത്തതിന് ശേഷം ഒരു 2 മാസത്തേക്ക് ഞാൻ എൻ്റെ തേനീച്ച ഫാമിലേക്ക് തേനീച്ചകളുടെ കാര്യങ്ങളൊക്കെ നോക്കാനോ മറ്റു കാര്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴ തുടങ്ങിയ ഒരു സമയത്താണ് എനിക്ക് എത്താൻ വേണ്ടി സാധിച്ചത്. കാരണം മഴക്കാലത്തേക്കുള്ള തേനീച്ചകളുടെ ഒരു സംരക്ഷണം നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതാണ് തേനീച്ച കൃഷി ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ മറ്റ് ചില കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ വരാനോ വർക്ക് ചെയ്യാനോ സാധിക്കാതിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താലും എൻ്റെ കൂട് നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എല്ലാ വർഷവും സ്വാഭാവികമായി മഴക്കാലത്ത് പോകാറുള്ള ഒരു കുറച്ച് കൂടുകൾ, ഒരു 100 കൂടുണ്ടെങ്കിൽ ഒരു 5-8 കൂടുകൾ എത്ര നമ്മൾ പരിചരിച്ചാലും ഒരു വർഷത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ ഒരു കുറവ് മാത്രമേ എല്ലാ വർഷവും എനിക്ക് സംഭവിക്കാറുള്ളൂ. അപ്പം മഴക്കാലത്തിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ തേനീച്ചകൾക്ക് ഇനി ഫീഡ് കൊടുക്കുന്ന ഒരു വർക്കാണ് നമുക്ക് മഴക്കാലത്ത് ചെയ്യേണ്ടത്. കാരണം അതിന് മുമ്പായിട്ട് ഈ ഹണി ചാമ്പറിലുള്ള അടകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഉരുക്കി മെഴുകാക്കി നമുക്ക് നല്ല വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്, ഈ മെഴുക് ആക്കി നമ്മൾ മാർക്കറ്റിൽ വിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഹണി ചേമ്പറിലും അപ്പോൾ തേനീച്ചകളൊക്കെ ഈ ഒരു സമയത്ത്, കുറഞ്ഞ സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉരുക്കി മെഴുകാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല വളർച്ചയുള്ള തേനീച്ച പെട്ടികൾക്ക് 2-3 ഹണി ചേമ്പർ മിക്ക കൂടുകൾക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 തേനീച്ചക്കൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 20 കിലോ മെഴുക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ തേനെടുക്കുന്ന സമയത്ത് നമ്മൾ സീൽ ചെയ്ത അടകൾ നമ്മൾ 2 സൈഡും ചെത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ മെഷീനിൽ തേൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ആ സമയത്ത് ചെത്തിയെടുക്കുന്ന മെഴുകുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ മെഴുകൊന്നും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുക്കിയെടുത്ത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെഴുകാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ മെഴുകിൻ്റെ ഒരു അംശം പോലും നമ്മൾ കളയാതെ, നശിപ്പിക്കാതെ നമ്മൾ സൂക്ഷിച്ച് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിത് കൈകൊണ്ടോ മറ്റോ ഇതിങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ അതൊരു ഷേപ്പ്ലെസ്സായിട്ട് പൊടിഞ്ഞൊക്കെ താഴെ വീണ് പോവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കത്തി കൊണ്ടാണ് എല്ലാ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള കോമ്പുകളെല്ലാം കട്ട് ചെയ്ത് എടുത്താണ് എല്ലാ വർഷവും ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മഴക്കാലത്ത് തേനീച്ചകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ തേനീച്ച കർഷകരുടെയും ഏറ്റവും വലിയൊരു വെല്ലുവിളി. കാരണം അതുപോലെ ഫീഡ് നന്നായിട്ട് തേനീച്ചകൾക്ക് ഫീഡ് കൊടുത്താൽ മാത്രമേ തേനീച്ചകളുടെ ആ ഒരു സ്ട്രെങ്ത് കുറയാതെ നിൽക്കുകയുള്ളൂ. നമ്മൾ തേനീച്ചകൾക്ക് 1 മാസം ഫീഡ് കൊടുത്തില്ലെങ്കിൽ തന്നെ തേനീച്ചകൾ ചിലപ്പോൾ നശിച്ചു പോകാനോ പറന്നു പോകാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ നമ്മൾ ഫീഡ് കൊടുത്താൽ തേനീച്ചകളുടെ സ്ട്രെങ്ത് കുറയാതെ കൂട് നല്ല നിലയിൽ നിലനിൽക്കും. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ചെയ്യുന്ന വർക്ക് ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു തേനെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 മാസത്തേക്ക് ഈ തേനീച്ച കൂടുകൾ നമുക്ക് നോക്കുക വേണ്ട. കാരണം നല്ല രീതിയിൽ ഭദ്രമായി നല്ല സ്ട്രോങ് ആയിട്ട് കൂട് കെട്ടി മറ്റ് ജീവികളൊന്നും മറിച്ചിടാത്ത രീതിയിൽ നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ, കാരണം അവർക്ക് മഴ ഇല്ലാത്ത സമയത്ത് പ്രകൃതിയിൽ നിന്ന് ഫീഡ് കിട്ടും. ചിലപ്പോൾ ഇടയ്ക്ക് വന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പം ഈ കൂടിനുള്ളിൽ നല്ല അളവിൽ തേൻ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തേൻ എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ വർഷത്തെ സീസണിൽ അത് കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്ന് നോക്കാതിരുന്നത്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഞാനൊന്ന് വന്ന് നോക്കിയാൽ ചിലപ്പോൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്ക് തേൻ, ചിലപ്പോൾ റബ്ബറിൻ്റെ പുതിയ തളർപ്പുകൾ വന്നു കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ തേൻ, കഴിഞ്ഞ വർഷം അങ്ങനെ കിട്ടിയിരുന്നു. ഈ വർഷം അത് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് നോക്കാതിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക്
ചെയ്യുവാണെങ്കിൽ നമുക്ക് മറ്റ് വർക്കുകളും ഈ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. തേനീച്ച വർക്ക് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഇതിനു വേണ്ടി നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ മെഴുകെല്ലാം ഞാൻ ഇതുപോലെ ഉരുക്കിയെടുത്തിട്ട് ഈ ഒരു കണ്ടീഷനിലാക്കി എടുത്തു. ഇതൊരു 10 കിലോ മേലെ മെഴുകുണ്ട്. അത് ഉരുക്കി നമ്മൾ ഒഴിച്ചത് പല പാത്രത്തിലേക്ക് ആയതുകൊണ്ട് ആണ് ഈ റൗണ്ടിലും ചതുരത്തിലൊക്കെ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ തേനൊരു മെഴുക് ഒരു അലുമിനിയം പാത്രത്തിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു തുണി വെച്ച് അരിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ച് അത് ഉറഞ്ഞ് കട്ടയാവുന്ന സമയത്താണ് ഇങ്ങനെ ആയി കിട്ടുക. അങ്ങനെയാണ് നമ്മൾ മെഴുക് ഈ കണ്ടീഷനിലാക്കി എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.